എന്താ മോളെ ഈ പറയണത്? കുഞ്ഞിനെ തിരിച്ചു കിട്ടിയില്ലേ? പിന്നെന്തിനാ നമ്മൾ അഴകത്തുനിന്ന് പോണത്? ഇത്രയും കാലം ഇവനെ എനിക്ക് നഷ്ടപ്പെടുത്തിയത് അഴകത്തുള്ളവർ തന്നെ ആയതുകൊണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇനി എന്തിനാ ഈ വീട്ടിൽ നിൽക്കുന്നത്? എന്റേതാണെന്ന് പറയാനായിട്ട് ആരും ഇപ്പോ ഈ വീട്ടിൽ എനിക്കില്ല. ദൈവത്തെ പോലെ ഞാൻ കണ്ടിരുന്ന ചില ആൾക്കാര്, അവര് തന്നെയാ കൂടെ നിന്ന് ഇത്രയും നാളും എന്നെ ചതിച്ചത്. ഇനി അവരെയൊക്കെ തന്നെ ഞാൻ വിശ്വസിക്കണോ? ഇല്ല അച്ഛാ, ഇനി എന്നെ അതിന് കിട്ടില്ല. ഇത്രയും കാലവും പലർക്കും വേണ്ടി ഞാൻ ജീവിച്ചു. ഇനി എനിക്ക് എന്റെ മോന് വേണ്ടി മാത്രം ജീവിക്കണം. അതിന് നമ്മൾ ഇവിടുന്ന് പോയേ പറ്റൂ. ബാലാമണി, നിനക്കെന്ത് തീരുമാനം എടുക്കാം, അത് നിന്റെ സ്വാതന്ത്ര്യ. പക്ഷെ അതിനു മുൻപ് നീ ചില കാര്യങ്ങൾ അറിയണം. ഇത്രയും നാളും എന്തുകൊണ്ടാണ് ഇവനെ നിന്നിൽ നിന്നും മറച്ചു വച്ചതെന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാനും അഭിരാമിയും കൂടി അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കുഞ്ഞ് ജീവനോടെ ഉണ്ടാവുമായിരുന്നോ? അമ്മ നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി നിന്നെ ഓർത്ത് ഈ അമ്മ വേദനിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി, നിനക്ക് ഈ വീട് വിട്ട് പോകണമെങ്കിൽ പോകാം, ആരും തടയില്ല. പക്ഷേ നിന്റെ കയ്യിലിരിക്കുന്നത് അത് അഴകത്തെ പേരക്കുട്ടിയാണ്. അഴകത്തമ്മയ്ക്ക് അതിൽ അവകാശമുണ്ട്. നിനക്ക് ഈ വീട് വിട്ടു പോയേ പറ്റൂ എന്ന് നിർബന്ധമുള്ള സ്ഥിതിക്ക് ഇവനെ എനിക്ക് തന്നിട്ട് എങ്ങോട്ടാന്ന് വെച്ച പൊയ്ക്കോ. അതല്ലെങ്കിൽ ഇവൻ അഴകത്തെ രക്തമല്ല എന്ന് എന്റെ മുഖത്ത് നോക്കി പറ. പിന്നെ എനിക്ക് ഇവനിൽ യാതൊരു അവകാശവുമില്ല. എന്താ, നിന്നെ കൊണ്ടത് പറയാൻ പറ്റുമോ? അതിന് കഴിയില്ലെങ്കിൽ കേറി പോടിയകത്ത് കുഞ്ഞിനെയും കൊണ്ട്. അഴകത്ത് സുമംഗലദേവിയാ പറയുന്നത്, കേറിപ്പോവാൻ. ഈശ്വരാ, ഞാൻ 50 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച കുഞ്ഞ് ആരുടെയാ? എന്റെ സോളമ്മ, ഒന്ന് വേഗം കൊണ്ടുവാ. സോളമ്മ, വേഗം. എനിക്കെന്തിനാ ഇത്? എടാ മണ്ട സോളമ്മ, നീ ഇതാ കൊച്ചിന് കൊടുക്ക്, എന്നാലേ കൊച്ചു കരച്ചിൽ നിർത്തൂ. തള്ളെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നോണം. എന്റെ ബോംബെയിലെ ചരിത്രം നിങ്ങൾക്ക് അറിയില്ല. അതറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയില്ല. നിന്ന് പ്രസംഗിക്കാതെ ആ പാൽക്കുപ്പി അതിന് കൊടുക്ക്. കുടിക്കേ. ഇതെന്താ കുടിക്കാത്തെ? അത് എനിക്കെങ്ങനെ അറിയാം? കൊച്ചെ പാല് കുടിക്കുന്നുണ്ടോ? മര്യാദക്ക് കുടിച്ചോ. വരട്ടിയാലും ആ കൊച്ചു പാല് കുടിക്കില്ല. ചേടാ, ഇതെന്തൊരു നശിച്ച കൊച്ചാ. ആ രുക്മിണി എന്ന് പറയുന്നവളെ എന്റെ കയ്യിലൊന്ന് കിട്ടണം. 50 ലക്ഷം രൂപ അവള് കൊണ്ടുപോയത്.
അത് കള്ളനോട്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെന്നോ? 25 ലക്ഷം രൂപ അങ്ങോട്ട് എണ്ണി കൊടുത്തപ്പോഴാ 50 ലക്ഷം രൂപയുടെ കള്ളനോട്ട് കിട്ടിയത്. ഇനി ആ 25 ലക്ഷം രൂപയുടെ കടം ഞാൻ തന്നെ തീർക്കണ്ടേ? അത് പിന്നത്തെ കാര്യമല്ലേ. ഇപ്പൊ ഈ കൊച്ചിന്റെ കരച്ചിൽ നിർത്താൻ ഒരു വഴി പറ. ആ പാൽ അല്പം എന്റെ കയ്യിലോട്ട് ഒഴിച്ചേ. അയ്യ, ഇതിന് മധുരം ഇട്ടിട്ടില്ല. പിന്നെ എങ്ങനെ കൊച്ചു പാല് കുടിക്കുന്നേ? ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാം? ഇതിനു മുമ്പ് എനിക്ക് ഡേ കെയറിലായിരുന്നു പണി. എടാ അധോലോകക്കാരാ, നീ ആ കൊച്ചിനെ ഇട്ട് കരയിപ്പിക്കാതെ പോയി പാലിൽ ഇച്ചിരി പഞ്ചസാര ഇട്ടോണ്ട് വാ. എന്താ നോക്കി നിൽക്കുന്നേ? പോയിട്ട് വാ സോളമ്മ. മിക്കവാറും ഈ തള്ളയും കൊച്ചിനെ ഞാൻ തന്നെ കൊല്ലും. നോക്കിക്കോ. ദേ തള്ളേ, നീ ഒന്ന് പോടി. മര്യാദയ്ക്ക് നാവടക്കി നിന്നോണം, അല്ലെങ്കിലുണ്ടല്ലോ. നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. ആദ്യം നീ ആ കൊച്ചിന്റെ കരച്ചിൽ നിർത്ത്, അല്ലെങ്കിൽ ഇപ്പോഴേ നാട്ടുകാർ ഓടിക്കൂടും. പിന്നെ നിന്റെ അധോലോകക്കാരന്റെ കാര്യമേ കട്ട പുകയാ. അയ്യോ, ഓ, രക്ഷപ്പെട്ടു. എന്നാലും ഇതാരുടെ കൊച്ചാ? ആ രുക്മിണി ചെയ്തത് വല്ലാത്തൊരു ചെയ്തായിപ്പോയി. ഓ, നാശം പിന്നെയും തുടങ്ങി. ഒന്ന് മിണ്ടാതിരിക്കു കൊച്ചേ. വല്ലാത്തൊരു കഷ്ടമായല്ലോ. ഭാവേ, ദാ നോക്ക്, ഇതൊക്കെ അമ്മമ്മയുടെ മോന് വേണ്ടി കരുതി വെച്ചിരുന്ന സാധനങ്ങളാ. എത്രയോ തവണ നീ എന്റെ കയ്യിലേക്ക് വന്നു, അപ്പോഴൊന്നും അമ്മ അറിഞ്ഞില്ല എന്റെ ഈ വാവ അമ്മയുടെ മോൻ തന്നെയാണെന്ന്. എന്റെ വാവയുടെ കരച്ചിൽ എന്നും അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. മോനെ അമ്മയ്ക്ക് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു. അപ്പോഴൊക്കെ അമ്മ വിചാരിച്ചത് മോനമ്മയെ പറ്റിക്കുകയാണെന്ന്. നിന്റെ ഓർമ്മകൾ അമ്മയെ ഭ്രാന്ത് പിടിപ്പിക്കുമെന്ന് തോന്നിയപ്പോഴാ നീ ജനിച്ചിട്ടേ ഇല്ല എന്ന് അമ്മ വിശ്വസിച്ചത്. നിനക്കായി കരുതി വെച്ച സാധനങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. പക്ഷെ ദൈവം അമ്മയെ കൈവിട്ടില്ല മോനെ. ഇവനിൽ എനിക്കും അവകാശമുണ്ടെന്ന് നീ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ എൻ്റെ മോനെ ഒന്നെടുത്തോട്ടെ. ഇവൻ അഴുകത്തമ്മയ്ക്ക് അവകാശപ്പെട്ടതാ. പക്ഷേ അമ്മ ഇവനെ എടുക്കുന്ന നിമിഷം ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് വീട് വിട്ടു പോവും. ഇത്രയും നാളും ഞാൻ അറിയുകയും അനുഭവിക്കുകയും ചെയ്ത വേദന എന്താന്ന് അമ്മ അറിയണം. അതിനുവേണ്ടി മാത്രമാ ഇവനെയും കൊണ്ട് ഞാനിങ്ങോട്ട് തിരിച്ചു കയറിയത്. അമ്മയുടെ ആദ്യത്തെ പേരക്കുട്ടിയായി ഇവൻ. അമ്മയുടെ വാത്സല്യവും സ്നേഹവും അറിഞ്ഞും അനുഭവിച്ചും വളരേണ്ടവൻ. പക്ഷേ മുത്തശ്ശിയുടെ ആ സ്നേഹവും വാത്സല്യവും എന്റെ മോൻ ആവശ്യമില്ല. അവന്റെ അമ്മയേ ഉള്ളൂ. അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ അമ്മയ്ക്ക് എന്റെ മോനെ എടുക്കാം. അതല്ല, എന്നും ഇവൻ അഴകത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ദൂരെ മാറി നിന്ന് കാണാം. തീരുമാനം അമ്മയുടേതാണ്.
പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്. അതെ ഒന്നേ ഇതൊക്കെ ആർക്കാ? ആഹാ, നിങ്ങൾ നല്ല ആൾക്കാരാ. നിങ്ങളിത് എവിടെയായിരുന്നു? ഇന്ന് ഇവിടെ ഭയങ്കര സംഭവം കാണുന്നില്ലേ? എന്തുപറ്റി? ബാലാമണി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അമ്മയ്ക്ക് സുഖമില്ലാതാവും മറ്റോ ചെയ്തോ? ഏയ് അതൊന്നും ആയിരിക്കില്ല. ബാലാമണി ഉണ്ണിയമ്മ ഇന്ന് പോകുമെന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നല്ലോ. ആര് പോയിന്ന് നിങ്ങളീ പറയണത്? ബാലാമണി ഈ അഴകത്തെ വീട് വിട്ട് എങ്ങും പോയിട്ടില്ല. പോയിട്ടില്ലേ? അതെന്താ? ആഹാ, കൊള്ളാം. ആ പെങ്കൊച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോണമെന്നാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹം അല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അത് ദൈവം കൂടി തീരുമാനിക്കണ്ടേ? പുള്ളിക്കാരന് ബാലാമണി അഴകത്തുനിന്ന് പോണത് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണല്ലോ കൃത്യസമയത്തിന് ആ കുഞ്ഞിനെയും കൊടുത്ത് ആളെ ഇങ്ങോട്ടേക്ക് വിട്ടത്. താൻ എന്തൊക്കെയാ പറയുന്നേ? ഏത് കൊച്ചിനെ കൊണ്ട് ആര് വന്നു? ഏത് കൊച്ചെന്നാ? ബാലാമണിയുടെ കൊച്ച്. അതിനെ തിരിച്ചു കിട്ടി. ആണോ? പിന്നല്ലാതെ. അവന് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളാണ് ഇതെല്ലാം. ഞാനിതേ കൊണ്ടേ കൊടുത്തിട്ട് വരാം. മൈഥിലി, അല്ല, നിങ്ങളെന്താ ഇവിടെ തന്നെ നിൽക്കണേ? വരൂ, ആ കുഞ്ഞിനെ കാണൂ, സന്തോഷിക്കൂ, ബാലാമണിയുടെ സന്തോഷത്തിൽ പങ്കുചേരൂ. ജസ്റ്റ് ഫോർ എ ടൈറ്റാനിക് ഹൊറർ. അതെ, എങ്ങോട്ടാ പോകുന്നേ? എടീ, ബാലാമണിയുടെ കുഞ്ഞിനെ തിരികെ കിട്ടിയെന്ന്. നമുക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണണ്ടേ? എന്തിന്? നമ്മുടെ ആരാവൻ? മൈഥിലി, നമ്മുടെ കുഞ്ഞിനെ ഇനി ഈ വീട്ടിൽ ഒരു വിലയും ഉണ്ടാവില്ല. ബാലാമണിക്ക് അവളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതുകൊണ്ട് നമുക്കുണ്ടായ നേട്ടം അതാ. എന്റെ പൊന്ന് സോളമ, ഞാൻ പറയുന്നതൊന്ന് സമാധാനമായിട്ട് കേൾക്ക്. 1-2 ദിവസത്തിനുള്ളിൽ ആ കൊച്ചിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. അതുവരെ സോളമനൊന്ന് ക്ഷമിക്കേ. കവിതയെ എന്റെ അവസ്ഥ കവിത ഒന്ന് മനസ്സിലാക്ക്. ഈ നേരമായിട്ടും അത് ഉറങ്ങിയിട്ടില്ല. ആ കൊച്ചൊന്നും ഉറങ്ങാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? കവിതയ്ക്കറിയാലോ എനിക്ക് ഉറക്കം ഒഴിഞ്ഞുകൂടാത്തതാ. ഓ, അതിനെങ്ങനെങ്കിലും ഒന്ന് ഉറക്ക്. വല്ല പാട്ടും പാടിക്കൊടുക്ക്. ആര്? ഞാനോ? അല്ലാതെ പിന്നെ എനിക്കിപ്പോ അവിടെ വന്ന് പാടാൻ പറ്റുമോ? ബോംബെയിലായിരുന്നുകൊണ്ട് എനിക്ക് ഹിന്ദി പാട്ടല്ലേ അറിയൂ. കവിത, ഈ കൊച്ചു മലയാളിയല്ലേ? ഓ, എത്രയോ സമയം കിട്ടിയതാ. എപ്പോഴെങ്കിലും സോളമൻ ഒരു മലയാളം പാട്ട് പഠിച്ചുകൂടായിരുന്നോ? ഓ, ഇങ്ങനൊരു മലയാളി കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്യേണ്ടി വരുമെന്ന് അന്ന് ഞാൻ വിചാരിച്ചോ? സോളമൻ ഒരു കാര്യം ചെയ്യും. ഒരു സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് പാലിലോ മറ്റോ കലക്കി ആ കൊച്ചിന് കൊടുക്ക്. അത് ഉറങ്ങിക്കോളും. അല്ല, അത് കൊടുക്കുന്നോണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. പിന്നെ അധിക നാൾ ഈ മാരണത്തിന് സഹിക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ആ, എത്രയും പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോളമൻ സമയം കളയാതെ സ്ലീപ്പിംഗ് പിൽസ് കലക്കിക്കോ. ആ, എന്ത് വാവേ ഉറങ്ങാത്തെ? ഓ ഓ ഓ ഓ, അമ്മയുടെ ചക്കരയില്ലേ? എന്ത് ഉറങ്ങത്തെ? ചക്കര ഉറങ്ങുവാവേ. അമ്മയുടെ പൊന്നു മോനല്ലേ? ഓ ഓ ഓ ഓ ഓ ഓ ഓ, അമ്മയുടെ പൊന്നു മോൻ വാവോ. അല്ല, എന്താ ഇവിടെ? ഇവൻ ഉറങ്ങുന്നില്ല അച്ഛാ. പനിയോ മറ്റോ ഉണ്ടോ? ഏയ്, അതൊന്നുമില്ല. അപ്പൊ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. കുട്ടികളല്ലേ, സ്ഥലം മാറിക്കിടന്ന് ഉറക്കം വരില്ല. ഇനിയിപ്പോ എന്താ അച്ഛാ ചെയ്യാ? വേറൊന്നും ചെയ്യാനില്ല.
നീ അവനെ ഇങ്ങോട്ട് തരിക, ഞാൻ ഉറക്കിത്തരാം. ആ, മുത്തച്ഛൻ ഇങ്ങനെ കഥകളും പാട്ടുകളും ഒക്കെ പറഞ്ഞു കൊടുത്ത് ദാ എന്റെ ഈ നെഞ്ചി കിടത്തി ഞാൻ എന്റെ മോനെ ഉറക്കാൻ പോവാ. ഇവൻ ഉറങ്ങുന്നില്ല അച്ഛാ. ആരാ പറഞ്ഞ ഉറങ്ങില്ലാന്ന്? പിന്നെ അച്ഛന് കുട്ടികളെ ഉറക്കി വലിയ പരിചയല്ലേ? സുമംഗലയുടെ 3 മക്കളെ ഈ നെഞ്ചിലിട്ടാ ഞാൻ ഉറക്കിയിരുന്നത്. നിനക്കാ യോഗ ഉണ്ടായില്ല. അച്ഛൻ അറിയില്ലായിരുന്നല്ലോ. ആ കടം ഇവനിലൂടെ അച്ഛൻ വീട്ടാൻ ശ്രമിക്കുക. നിനക്ക് കിട്ടാതെ പോയ അച്ഛന്റെ താരാട്ട് അതുപോലെ ഇവനെ ഉറക്കാൻ. ഓ, ദാ നീ നിഷേധിച്ച നിന്റെ മകൻ. എന്താടാ ഇത്? വളർന്നു വലിയ ആളായിട്ട് ഇങ്ങനെ നിന്ന് കരയ്യ? ഏയ്, ഇതെന്റെ ഗതികേടാ ഉണ്ണിയമ്മ. ഉണ്ണിയമ്മയ്ക്ക് എന്നോട് തോന്നിയ ദയവുണ്ടല്ലേ എന്റെ മോനെ എനിക്കൊന്ന് തൊടാൻ പറ്റിയത്. ഞാനായിട്ട് ഉണ്ണിയമ്മ എന്റെ ജീവിതം നശിപ്പിച്ചത്. ഇവനോടും ബാലാമണിയോടും ഞാൻ എന്തൊക്കെ ക്രൂരതയാണ് കാണിച്ചത്. ഈ പൊന്നുമോനെയാ ഞാൻ എൻ്റെ മകനല്ലാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. എന്നിട്ടിപ്പോ ഒരു നോട്ടം കാണാൻ, ഒന്ന് തൊടാൻ കള്ളനെ പോലെ ഇരട്ടത്ത് വന്ന് ഞാൻ പതുങ്ങി നിൽക്കുക. എടാ മോനെ, ഓരോ മനുഷ്യനും ഇത്ര സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരു ജന്മം കൊണ്ട് അനുഭവിച്ച് തീർക്കണമെന്നുണ്ട്. അതൊക്കെ അനുഭവിച്ചേ പറ്റൂ. നിനക്ക് പറ്റിയ തെറ്റുകളൊക്കെ നീ അങ്ങനെ കണ്ടാ മതി. ആ, ഞാനിവനെ കൊണ്ടുപോയിക്കോട്ടെ. വൈകിയാല് ചിലപ്പോൾ അവൾക്ക് സംശയം തോന്നും. ശരിയാ, ഞാനത് ഓർത്തില്ല. ബാലാമണി ഇതറിഞ്ഞ പിന്നെ അവനെ എനിക്കിങ്ങനെ പോലും തൊടാൻ കിട്ടില്ല. ഓ, ഭാര്യയെ കൂടി ഒന്ന് വിളിക്കണം. എന്തിന്? പറയാം, വിളിക്കും. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. ബാലാമണി, നീ എന്തിനുള്ള പുറപ്പാടാ? കവിതേ, കവിതേ, കവിതേ. എന്താണിത്? വിളിച്ചത് ഞാനാണ്. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും കൂടി ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഭാര്യയും ഭർത്താവും കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, ഭർത്താവ് അതൊക്കെ അനുസരിച്ചാണോ ജീവിക്കുന്നതെന്ന് ഭാര്യ ശ്രദ്ധിക്കുകയും കൂടി വേണം. ബാലാമണി, നീ നിന്റെ റൂമിലേക്ക് പോ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. എന്നാ എന്ത് പണ്ടാരമാണ് നിനക്ക് പറയാനുള്ളതെന്ന് വെച്ചാ അതൊന്ന് പറ. ബാക്കിയുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ പ്രസവിച്ച കുഞ്ഞ എൻ്റെ മകൻ. അവൻ അച്ഛനില്ല, അമ്മയുടെ മകനവൻ. ഇനി എന്നും അവൻ അങ്ങനെ വളരൂ. എൻ്റെ അച്ഛൻ എന്നെ അറിയിക്കാതെ അവനെ എടുത്ത് നിങ്ങളുടെ കൈ കൊണ്ട് തന്നു. നിങ്ങളുടെ ഉണ്ണിയാമ്മയ്ക്ക് ചിലപ്പോൾ നിങ്ങളോടൊക്കെ സെന്റിമെന്റ്സ് ഉണ്ടായിരിക്കും.
പക്ഷേ ഉണ്ണിമാമയുടെ മകൾക്ക് യാതൊരു സെന്റിമെന്റ്സും ആരോടുമില്ല. മേലിൽ സ്നേഹം കാണിച്ച് എന്റെ മകന്റെ പിന്നാലെ വരരുത്. എനിക്കതിഷ്ടമല്ല. എന്റെ മകനും ആ സ്നേഹം ഇഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ബാലാമണി, വേണ്ട. ആണുങ്ങളായ അന്തസ്സും അഭിമാനവും വേണം. നിങ്ങൾക്കത് രണ്ടും ഇല്ല. ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ ആ കുഞ്ഞിന്റെ പിന്നാലെ പട്ടിയെ പോലെ ഇങ്ങനെ നടക്കില്ലായിരുന്നു. കഷ്ടം.